അല്ല അമ്മ അന്ന് അമ്മയും ഞാനും ഭാര്യയും താഴത്തെ റൂമിൽ നിന്ന് എണീച്ച് വരുമ്പോഴേക്കും ഞാൻ തലേദിവസം ഈ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് നന്നായി ഉറങ്ങിപ്പോയി. ഭാര്യ എന്നെ വിളിച്ചെങ്കിലും ഞാൻ എണീച്ചിട്ടില്ല. ഭാര്യ എണീച്ചിട്ട് ആദ്യം മോളോട് പറഞ്ഞ് മേലേക്ക് കയറിക്കോ. അവൾ എങ്ങനെ ഉന്തി തള്ളി പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുമ്പോഴേക്കും വെള്ളം പൊന്തിപ്പോയി. ഞാൻ എൻ്റെ ദേഹത്ത് ഗ്ലാസ് പൊട്ടിയിട്ട് ജനൽ പോന്നിട്ടല്ല, ഗ്ലാസ് പൊട്ടിയിട്ട് വെള്ളം നിറച്ചിട്ടാണ് ഞാനത് അറിയണത്. ഞാൻ ചാടി നീച്ചിട്ട് ഈ കട്ടിലപ്പടിയിൽ ഇങ്ങനെ പിടിച്ച് നോക്കി എന്താ സംഭവം നടക്കുന്നത് എനിക്കറിയില്ല. അപ്പോഴേക്കും വെള്ളം നമ്മളെ ഈ ആയിരായി. നോക്കുമ്പോൾ എന്താണ് ഈ ഹാളിൽ കിടന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്നത്. കറണ്ടൊക്കെ ആ സമയത്തേ പോയിട്ടുണ്ട്. എങ്ങനെയോ ഭാഗ്യത്തിന് അമ്മേൻ്റെ ഇടുപ്പിൽ പിടുത്തം എനിക്ക് കിട്ടി. ഞാൻ പോയി പെടുന്നത് ഈ ഫ്രണ്ടിലെ ജനലിലാണ്. ആ ജനലിൽ അങ്ങ് പിടിച്ചു. ആ ജനലിൽ ഇവളും വന്നു നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാഞ്ചി എനിക്ക് രണ്ട് കൈ ഉണ്ടല്ലോ, ഒരു കൈയായിട്ട് ബോൾട്ട് അങ്ങ് ഊരിയിടും. വാതിലങ്ങ് തുറന്നാൽ വെള്ളമൊക്കെ കുറയും, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ അവൾ ആ വാതിൽ തുറക്കുക മാത്രമല്ല ഈ ഫോഴ്സിലും ഞങ്ങൾ മൂന്നുപേരും പുറത്തേക്ക് തന്നെ പോയി. പുറത്തേക്ക് പോയി എന്തോ തമ്പുരാൻ്റെ കൃപ കൊണ്ടാണെന്നറിയില്ല, ആ ജനലിൽ തന്നെ ഓപ്പോസിറ്റ് പിടുത്തവും കിട്ടി. അവിടെ നിന്ന് അമ്മേനെ ഞാൻ പിടുത്തം അപ്പോഴും വിട്ടിട്ടില്ല. അമ്മയ്ക്ക് അതായിരുന്നു ആ വേദന. അപ്പോൾ ആ പിടിച്ചു നിന്നിട്ടുള്ളൊരു വേദന അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ടത്. ഇപ്പോഴും പറയും എന്നോട് എന്തിനാണ് അങ്ങനെ പിടിച്ചു നിന്നത്, കൂടായിരുന്നില്ലേ എന്ന് പറയും.